ഇനി ഞാന് ചെറിയൊരു കഥ പറയാം. കഥ ഇങ്ങനെയാണ്. വളരെ തണുപ്പുള്ള ഒരു പ്രഭാതം, നല്ല തണുപ്പുള്ള ഒരു പ്രഭാതം, ചെറിയ ചാറ്റൽമഴയുണ്ട്. അപ്പോ തന്റെ അമ്മയുടെ കുഞ്ഞ് നന്നായി മൂടി പുറച്ച് കിടന്നുറങ്ങുകയാണ്. നല്ല തണുപ്പത്ത് ചാറ്റൽമഴയത്ത് അമ്മയുടെ കുഞ്ഞ് മൂടി പുതച്ച് കിടന്നുറങ്ങുകയാണ്. അമ്മ കുഞ്ഞിന്റെ അരികിലേക്ക് വരുന്നു, ബെഡ്റൂമിലേക്ക് വരുന്നു, കട്ടിലിന്റെ അടുത്ത് ഇരിക്കുന്നു, കുഞ്ഞിനെ തട്ടി വിളിക്കുന്നു. അമ്മയുടെ കുട്ടിയെ തട്ടി വിളിക്കുകയാണ്, മോളെ എഴുന്നേൽക്ക്. മോള് പുറത്ത് കൊണ്ടുകൂടി തലകൂടെ തിരിഞ്ഞു. വീണ്ടും അമ്മ മോളെ വിളിക്കുകയാണ്, അമ്മയുടെ സ്വന്തം കുഞ്ഞിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാണ്, മോളെ എഴുന്നേൽക്ക്, നിനക്ക് സ്കൂളിൽ പോകണ്ടേ. മോള് വീണ്ടും പുറത്ത് തലകളിലൂടെ വലിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നടക്കണം. അവസാനമായി അമ്മ വീണ്ടും കുഞ്ഞിനെ വിളിക്കുകയാണ്, തന്റെ പൊന്നുമോളോട് വിളിച്ച് പറയുകയാണ്, മോളെ നീ എഴുന്നേക്ക്, നീ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല എങ്കിൽ സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗ് നടക്കില്ലല്ലോ, നീയല്ലേ ഈ സ്കൂളിലെ HM. ഇതുവരെ ഈ കുട്ടി നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? ആണോ? അല്ല. അപ്പൊ ഇതാണ് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രശ്നം. നമുക്ക് കുറച്ച് മുൻവിധികളും നമുക്ക് കുറച്ച് ധാരണകളും, നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും മനസ്സിന്റെ വഴിയിൽ ഒരു രൂപം വിഷ്വലൈസ്, ശരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു വിഷ്വലായിട്ടാണ് കാണുന്നത്. ഞാനിപ്പോ ഈ സ്റ്റോറി പറഞ്ഞ സമയത്ത് നിങ്ങളെല്ലാവരും ഈ അമ്മയെയും ഈ കുഞ്ഞിനെയും കണ്ടിരുന്നു. റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ കുഞ്ഞു മാറി, അമ്മയും മാറി, അല്ലെ? അങ്ങനെയല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ശരിക്കും നമ്മുടെ ഒരു വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. 13 വയസ്സ് വരെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ കുട്ടി ഒരു വ്യക്തിയാവുന്ന സമയത്ത് അവന്റെ ഒരുപാട് ഇമ്പാക്റ്റുകൾ ഇതിലുണ്ടാവും.